നമ്മളെ സ്റ്റോറേജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എടുക്കുന്നത് വാട്സപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. വാട്സപ്പിൻ്റെ സ്റ്റോറേജ് നമ്മൾ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളടുത്ത് പോയിട്ട് ഫ്രീ ആക്കുമെന്നും അറിയാം. എന്നാൽ വാട്സപ്പിൽ കുറേ ചാനലുണ്ട്. നമുക്ക് ചാനലിൽ നിന്ന് ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ആവും. ഇതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഇപ്പം നിങ്ങളെ വാട്സപ്പ് ഓട്ടോ ഡൗൺലോഡ് ഓൺ ആണെങ്കിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഫോണിൽ ഡൗൺലോഡ് ആവും. അതൊക്കെ അവിടെ സേവ് ആവുകയും ചെയ്യും. അത് എവിടെ നിന്നാണ് ഡിലീറ്റ് ആക്കുക? നമുക്കിന്ന് അതും നോക്കാം. അത് കൂടാണ്ട് സ്റ്റാറ്റസിൻ്റെ ഒരു പ്രത്യേക കാര്യമുണ്ട്, അതും കൂടി നോക്കാം. അപ്പം വാട്സപ്പിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത രണ്ട് കാര്യങ്ങൾ. നമുക്ക് വാട്സപ്പ് തുറക്കാം. വാട്സപ്പ് തുറന്നിട്ട് സ്റ്റാറ്റസ് ഭാഗത്തേക്ക് പോവാം. സ്റ്റാറ്റസ് ഭാഗത്തേക്ക് പോയാൽ ഇവിടെയാണ് ചാനലുകളിൽ നമ്മൾ ഓരോ ചാനൽ ഓപ്പൺ ചെയ്യും. അതിൽ നിന്നുള്ള ന്യൂസുകളൊക്കെ കാണും. നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് എടുക്കും, ഡൗൺലോഡ് ചെയ്യും, അതവിടെ കിടക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ആ ചാനലിൽ നിന്ന് നമ്മൾ പോകുന്ന ചാനലിൽ നിന്ന് ഡൗൺലോഡ് ആകുന്ന ഫോട്ടോസ് വീഡിയോസ് മറ്റ് ഡാറ്റകളൊക്കെ എവിടെ ഉണ്ടാകുക, നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാനാകുക? അതിന് പോകേണ്ടി വെച്ചാൽ വാട്സപ്പിൻ്റെ മേലെയുള്ള 3 കുത്തുക, സെറ്റിങ്സ് എടുക്കുക, സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഉണ്ടാവും താഴെ ഭാഗത്ത്, അതൊന്ന് എടുക്കുക. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ മാനേജ് സ്റ്റോറേജ് ഉണ്ടാവും മേലെ തന്നെ, അതൊന്ന് എടുക്കുക. എൻ്റെ അമ്മോ, വെറുതെ അല്ല സ്പീഡ് കുറവ് ഫോണിന്. ഇത് കണ്ടിക്കുക, എൻ്റെ വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന എൻ്റെ ഫോൺ സ്റ്റോറേജ് 61 GB. പിന്നെ സ്റ്റോറേജ് എവിടെ ബാക്കി ഉണ്ടാകുക? നമുക്കതല്ലല്ലോ വിഷയം. ഇപ്പം ചാനലല്ലേ, ഇവിടെ നമ്മളെ ചാറ്റുകളൊക്കെ ഉണ്ടാവും. ഓരോ ചാറ്റിൽ നിന്നും എത്ര GB അല്ലെങ്കിൽ എത്ര MB നമ്മളെ ഫോണിൽ സ്റ്റോറേജ് എടുക്കുന്നുണ്ടാവും. കണ്ടോ, ഒരു ചാറ്റ് എടുക്കുന്നത് 33 GB. അതെല്ലാം അടക്കട്ടെ, അത് പിന്നെ ഡിലീറ്റ് ആക്കാം. അത് വേണ്ടാത്ത നോക്കിയിട്ട് നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇവിടെ മേലെ ഓൾ ചാറ്റ്സ് ചാനൽസ് ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ചാനൽസ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൽ നിന്ന് വന്ന ഫോട്ടോസ് വീഡിയോസ് ഡാറ്റകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ആക്കാം. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് ആക്കാം. അല്ലെങ്കിൽ ഓരോ ചാറ്റിൽ നിന്നുള്ളെടുത്ത് എടുത്തിട്ട് ഡിലീറ്റ് ആക്കാം. ഇനി സ്റ്റാറ്റസിലൊരു കാര്യം ഉണ്ട്, അറിയില്ലേ? അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒന്നും കാണാൻ അത്ര താല്പര്യം ഉണ്ടാകില്ല. പക്ഷേ ചില ആൾക്കാരുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്റ്റുകൾ ഉണ്ടാവും, അതിലെല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടാവും. എല്ലാം നോക്കുക നേരെ ഉണ്ടാകുകയില്ല. ചില പ്രത്യേക ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഞാൻ തുറന്ന് ഈ കോൺടാക്റ്റിൽ നിന്ന് എപ്പോൾ സ്റ്റാറ്റസ് വെച്ചാലും അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേലെ 3 കുത്തുണ്ടാവും. അതിലൊരു കുത്തിയാൽ ഇവിടെ ഗെറ്റ് നോട്ടിഫിക്കേഷനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് നോട്ടിഫിക്കേഷനുള്ള ഇവിടെ അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഗെറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോൾ സ്റ്റാറ്റസ് ഇട്ടാലും അന്നേരം നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അവരുടെ സ്റ്റാറ്റസ് ഇട്ടിക്കുകയെന്ന് പറഞ്ഞ് വാട്സപ്പ് ഒരു നോട്ടിഫിക്കേഷൻ തരും. നിങ്ങൾക്ക് പോയി കാണുകയും ചെയ്യാം. എല്ലാ സ്റ്റാറ്റസും ഇങ്ങനെ തിരഞ്ഞ് ഓരോന്ന് കണ്ട് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, വാട്സപ്പിലുള്ള ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ചങ്ങായിക്ക് അറിയണ്ടാകും കേട്ടോ. ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.